നമസ്കാരം. നമ്മളിന്നൊരു ചെറിയൊരു പ്രോപ്പർട്ടി നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. 1 ഏക്കർ 80 സെൻറ്റ്. അപ്പോൾ തൈ കവുങ്ങുകളൊക്കെയാണ് ഇതിനകത്തുള്ളത്. കവുങ്ങ് മീൻസ് അടയ്ക്കാമരം കേട്ടോ, ചെറിയ അടയ്ക്കാമരങ്ങൾ. പിന്നെ കുറച്ച് മരങ്ങളുണ്ട് കേട്ടോ ഈ 1 ഏക്കറിൽ. ആ ഒരു അപ്പുറത്തൊരു 1.80 മൊത്തത്തിൽ. അതിൽ 1 ഏക്കറിൽ മരങ്ങളുണ്ട്. നമുക്ക് താഴെ ഒരു ചാലുണ്ട് കേട്ടോ, വെള്ളം പോണ ഒരു ചാലുണ്ട്. നമുക്ക് കുറച്ച് കാടൊക്കെ ആയതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങണില്ല. എന്നാൽ ഇതാണ് നമ്മുടെ പറമ്പിൻ്റെ ഒരു അവസ്ഥ. ഉണ്ട് ചെറിയ ചെറിയ കവുങ്ങുകൾ, അടയ്ക്ക, മറ്റേ കുരുമുളക്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതലുള്ളത്. ഏലത്തിന് പറ്റിയ പ്രദേശമാണ്. നല്ല ചരിഞ്ഞ നല്ല തണുപ്പുള്ള സ്ഥലം. കാപ്പിയുണ്ട്. അതായത് ഇവിടെ നല്ല നല്ല കൂളിംഗാണ് എപ്പോഴും. നമുക്ക് വെള്ളത്തിൻ്റെ ലഭ്യത കുറവ് മതിയെന്നാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. നല്ല സുന്ദരമായ സ്ഥലം ഉണ്ട്. കവുങ്ങ് വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ ഒരു പാകമായിട്ട് നിൽക്കുകയാണ്. ഒരു 2 കൊല്ലത്തിനുള്ളിൽ കായ്ക്കാവുന്ന ഒരു അവസ്ഥയിൽ. അതായത് ഞാൻ 1.80 എന്ന് പറഞ്ഞതിന് 1.80 കൊടുക്കാൻ 2 പേപ്പറാണ്. 1 ഏക്കർ ഒരു പേപ്പറും 80 മറ്റൊരു പേപ്പറും. അപ്പോൾ 1 ഏക്കർ സ്ഥലം തൊട്ടപ്പുറത്താണ് ഉണ്ടോ. ഇതാ 80-ൽ പെടും. അപ്പുറത്ത് ആണ് 1 ഏക്കർ സ്ഥലം. അതിനകത്ത് മരങ്ങളാണ് കൂടുതലായിട്ട്. എല്ലാവിധ കൃഷിക്കും പറ്റും കേട്ടോ. നല്ല കുരുമുളക് ബെസ്റ്റായിരിക്കും സംഭവം. കുരുമുളക് കൃഷി ചെയ്യാനായിട്ട്. ഏലത്തിന് ആവശ്യത്തിനുള്ള തണലുണ്ട്. തണൽ ആവശ്യത്തിൽ കൂടുതലുണ്ട്. നമുക്ക് വേണ്ടത്രയും മരങ്ങൾ മുറിച്ച ശേഷം ചെറിയ മരങ്ങൾ നിർത്തിയിട്ട് നമുക്ക് ഏലം കൃഷി ചെയ്യാം. അതുകൊണ്ട് ഇഷ്ടംപോലെ കവുങ്ങുണ്ട്, കായ്ക്കാറായ കവുങ്ങുകൾ. എടുക്കുന്നവർക്ക് നഷ്ടം ഉണ്ടാവില്ല എന്തായാലും, നമുക്ക് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്. ഇതിൻ്റെ തൊട്ട് മേളിൽ, നമ്മുടെ പറമ്പിൻ്റെ തൊട്ട് മേളിൽ മെയിൻ റോഡാണ് കേട്ടോ, ബസ് പോണ റൂട്ട്. നമുക്ക് കാണാം. നമുക്ക് പറമ്പ് മുഴുവനായിട്ട് നടന്ന് കാണാൻ പറ്റില്ല. ഇപ്പോൾ 1.80 ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഏകദേശം ഇതാണ് അതിൻ്റെ ഒരു രൂപം. അപ്പോൾ ഇതാണ് നമ്മുടെ. എനിക്കത് മുഴുവനായിട്ട് കയറാൻ പറ്റില്ല, കുറച്ച് കാടുള്ളത് കൊണ്ടേ ഒന്നും പറയാൻ പറ്റില്ല. അനങ്ങാണ്ട് കിടക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ വല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിലോ. താഴെ ഒരു ചാലുണ്ട് കേട്ടോ, വെള്ളം പോലൊരു ചാലുണ്ട് താഴെ. നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഒരു കുളം കുത്തുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളമായി. നിലവിലുള്ള ഈ കുരുമുളകിനും ഈ പറഞ്ഞ അടയ്ക്കാമരത്തിനൊന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഏലമൊക്കെ വെക്കാൻ ഉദ്ദേശിക്കേണ്ടത് നമുക്ക് കുറച്ച് വെള്ളം വേണ്ടി വരും. ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ വരെ വേണ്ട, ജനുവരി ഫെബ്രുവരി ഒന്നും വേണ്ട. അതിന് ശേഷം വെള്ളം വേണ്ടി വരും. കാരണം അത്രയും തണുപ്പുണ്ട് ഇവിടെ. ഇവർക്കുള്ള മറ്റുള്ള തൊട്ടപ്പുറത്ത് ഇവർക്ക് കുളമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കുളമില്ല. അത് ഇതെല്ലാം ഒരു പ്രോപ്പർട്ടി ആണല്ലോ. അപ്പോൾ അപ്പുറത്ത് കുളമുണ്ട്. ആ കുളം ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള ഭാഗമാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്നവർക്ക് ഇവിടെ നമ്മുടെ പറമ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു കുളം കുത്തുകയാണെങ്കിൽ വെള്ളം സുലഭമായിരിക്കും. നിലവിൽ ചെറിയ ചാലുണ്ട് അവിടെ. ഇപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഫെബ്രുവരി മാസം വരെയൊക്കെ വെള്ളം ഉണ്ടാവും അവിടെ. ഇത് വെള്ളമുള്ള സ്ഥലമാണ്. ഇത് അവരുടെ പറമ്പ്, ബാക്കി പറമ്പാണ്. അതിനകത്ത് കുളമുണ്ട്. ഇത് വേറൊരു കുളം കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ തൊട്ട് താഴെയായിട്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ അപ്പുറത്ത് സ്ഥലം എടുക്കുന്നവർക്ക് തൊട്ടപ്പുറത്തൊരു കുളം കുത്തുകയാണെങ്കിൽ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകില്ല. നിലവിൽ കുടിവെള്ളത്തിന് ഇവിടെ ജലനിധിയുടെ പൈപ്പ് കണക്ഷനൊക്കെ ഉള്ളതാണ്. കുടിവെള്ളത്തിന് കൃഷി ആവശ്യത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടിയിൽ കുളം കുത്തുകയോ അങ്ങനെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിന് കുഴപ്പമുണ്ടാവില്ല, സൗകര്യമായിരിക്കും. ഇത് ബസ് പോണ റൂട്ടാണ് കേട്ടോ. ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ ഉള്ള മെയിൻ റോഡാണിത്. ഇവിടെ നിന്നൊരു 6 കിലോമീറ്റർ താഴത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ അട്ടപ്പാടിയുടെ ഹൃദയഭാഗമായി ഗൂളിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമായി. അഗളിയിൽ ബാങ്കുകളും ആശുപത്രിയും സ്കൂളുകളും എല്ലാം ഒരു 6 കിലോമീറ്റർ ദൂരം. നമുക്ക് സൗകര്യത്തിനാണെങ്കിൽ സൗകര്യമുണ്ട്. അതുകൊണ്ട് മെയിൻ റോഡാണ്. ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് അവിടെ എത്താവുന്ന കാര്യമുള്ളൂ. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അവിടെ. ഇവിടെ താഴത്തോട്ടാണ് നമ്മുടെ പറമ്പ് കേട്ടോ. നമുക്ക് ആ കുറച്ചപ്പുറത്തിട്ട് മാറിയിട്ട് അതിര് പോയി നോക്കാം. മെയിൻ റോഡാണ് ഈ കാണുന്നത്. വഴിയുടെ വേറെ ആവശ്യം വരുന്നില്ല. അങ്ങനെ വീടൊക്കെ വെക്കേണ്ടത് നമുക്ക് റോഡിനോട് ചേർന്ന് തന്നെ വീട് വയ്ക്കാവുന്നുള്ളൂ. അപ്പോൾ വഴി എന്ന് പറഞ്ഞ് വേറെ വഴി പറമ്പിൽ കൂടി വെട്ടേണ്ട കാര്യമില്ല. ഇതാണ് 1 ഏക്കർ കേട്ടോ. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് 80 സെൻറ്റ്. ഇതാ 1 ഏക്കർ. ഇവിടെ കൂടുതലും മരങ്ങളാണ്. ആദ്യം തന്നെ മരങ്ങളൊക്കെ വെട്ടി ഒഴിവാക്കാം. അപ്പോൾ അതിൽ തന്നെ ഒരു ചെറിയ പൈസ കിട്ടും നമുക്ക്. എന്തായാലും ഒരു 3-4 രൂപ, 4-5 രൂപയുടെ മരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം, ഏറ്റവും ചുരുങ്ങിയത്. ബാക്കിയുള്ള മരങ്ങൾ നമുക്ക് ആവശ്യമുള്ള മരം നിർത്തുകയാണെങ്കിൽ കുരുമുളക് വളർത്താം. നിലവിലുണ്ട് കുരുമുളകിനകത്ത്. അതുകൊണ്ട്
ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് താഴത്തോട്ട് ഞാൻ ഇറങ്ങാനുള്ള എന്തായാലും. ഇതൊക്കെയാണ് നമ്മുടെ പറമ്പിൻ്റെ ഒരു സാഹചര്യങ്ങൾ കേട്ടോ. കുരുമുളക്, അടയ്ക്കാമരം, ഏലം, ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലിവിടെ കുറച്ച് ലാഭകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കൃഷി ഉണ്ട്. കാപ്പിയുണ്ട്. കാപ്പിക്കൊക്കെ നല്ല വിലയുള്ള ടൈമാണിപ്പോൾ. ഏതൊരു കൃഷി ചെയ്യാനും അനുയോജ്യമായ സ്ഥലം, ചരിഞ്ഞ പ്രദേശം, ചെറിയ ചരിവ്, വലിയ ചരിവല്ല, ചെറിയ ചരിവുള്ള സ്ഥലമാണ്. എടുക്കണവർക്ക് ഒരിക്കലും ഇതൊരു നഷ്ടമായിട്ട് തോന്നില്ല, നഷ്ടമായിട്ട് വരില്ല, അതൊരു ഗ്യാരണ്ടിയാണ് ഞാൻ പറയണത്. അപ്പോൾ നേരം വൈകിയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് കാണിക്കാൻ പറ്റില്ല. ഏകദേശം ധാരണ കിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കണം. നല്ല തിരക്കില്ലാണ്ട് ഇത്രയും ഒരു 1.80 ഉള്ളത് കൊണ്ട് നമുക്കൊരു സമാധാനമായിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. സൗകര്യം ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗകര്യമുണ്ട്. നല്ല ടാർട്ട് റോഡാണ് നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെ ഉള്ളത്. എന്നാൽ ഒതുങ്ങിയ നല്ല ഒരു ശാന്തമായ ഒരു സ്വഭാവമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.